MLA ഓഫീസിലേക്ക് മാർച്ച് അവിടെ നടക്കുന്നു. അവിടെ വലിയ തരത്തിലുള്ള സംഘർഷമൊക്കെ ഉണ്ട്. സാജിദ് അജ്മൽ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സാജിദ്, എന്താണ് നിലവിലത്തെ സാഹചര്യം? MLA ഓഫീസിൽ റീത്ത് വെച്ചിട്ടുണ്ട്. രാഹുൽ ഇപ്പോൾ എവിടെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഫോൺ സ്വിച്ച് ഓഫാണ്. രാഹുലിനൊപ്പമുള്ള ആളുകളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട്ട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സാജിദ്? രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മുൻകൂർ ജാമ്യത്തിനായി ഈ രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം നേരത്തെ ഇതൊരു ആരോപണം മാത്രമായിരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരുന്നു. പക്ഷെ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തി എന്നറിഞ്ഞതോടുകൂടി രാഹുലും അദ്ദേഹത്തിന്റെ കൂട്ടുള്ളവരും ഫോൺ ഓഫാക്കി ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത് എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഡിവൈഎഫ്ഐ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. MLA ഓഫീസിന്റെ ഈ ഗേറ്റ് തല്ലി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിയ പ്രവർത്തകർ പൂട്ടിയിട്ട MLA ഓഫീസിന്റെ വാതിൽ തല്ലി തുറക്കാൻ ശ്രമിച്ചു. റീത്തുമായാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ BJP നേതാക്കളും MLA ഓഫീസിന് സമീപമെത്തി പ്രതിഷേധിക്കുന്നുണ്ട്. ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നത് ഈ ABC പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാഹുലിനെ വന്ധീകരിക്കണം എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. ഡിവൈഎഫ്ഐ ഈ രാഹുൽ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഒരു ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐയും പറയുന്നു. ശരി, സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഞാൻ ഒരിക്കൽ കൂടി സിജോ വി ജോണിലേക്ക് പോവുകയാണ്. സിജോ, ഇതിനു മുൻപ് ക്രൈംബ്രാഞ്ച് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ. അന്ന് DGPക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ 5 പേരോളം പരാതി നൽകിയിരുന്നല്ലോ ഇമെയിൽ ത്രൂ. അന്ന് ഈ കോടതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പരാതിയോടൊപ്പം തന്നെ അന്ന് പരാതി അയച്ച ആളുകളെ ഈ കേസുമായി ബന്ധപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? ആ കേസിൽ അല്ലെങ്കിൽ അന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് പാർട്ടീസ് ആണ് അതിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഹുലിനെതിരെ എത്രത്തോളം കോടതിയിൽ നിലനിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. കാരണം ഇങ്ങനെ രാഹുലിൽ നിന്ന് അതിക്രമം നേരിട്ടിട്ടുള്ള ആള് നേരിട്ട് വന്ന് പരാതി നൽകുകയോ മൊഴി നൽകുകയോ ഒക്കെ ചെയ്തിട്ടുള്ള നടപടികളുമായി അങ്ങനെ വന്നാൽ മാത്രമേ ഈ കേസ് സ്റ്റാൻഡ് ചെയ്യുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് ആ കേസിന്റെ രജിസ്റ്റർ ചെയ്തപ്പോഴും ഇതൊരു വലിയൊരു കേസിന്റെ അന്വേഷണം കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത്. കാരണം തേർഡ് പാർട്ടീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അതത്ര നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അന്ന് കേരള പോലീസിലെ ഒരു മുതിർന്ന IPS ഓഫീസർ ഈ അതിജീവിതയെ നേരിൽ കാണുകയും അവരോട് കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ്, കേരള പോലീസ് അവരെല്ലാവരും പൂർണ്ണ പിന്തുണ നൽകും. നിലവിൽ നിങ്ങൾ പരാതി നൽകാൻ പോകുന്നത് ഒരു MLAക്കെതിരെയാണ്. പക്ഷേ അത് ആരാണെങ്കിൽ പോലും പദവി നോക്കാതെ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ സ്വീകരിക്കും, കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ അന്ന് ഈ അതിജീവിതയ്ക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ വേറൊന്നും കൊണ്ടില്ല, അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓഡിയോ ഒക്കെ പുറത്ത് വരുമ്പോൾ നമുക്ക് അവർ എത്രത്തോളം മാനസികപരമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ ശാരീരിക അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് അതിന് പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ പിന്നീട് 2 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം അവരെ വീണ്ടും സമീപിക്കുകയും നിങ്ങൾ ധൈര്യമായി പരാതി നൽകുക, നമ്മൾ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകും എന്ന ഒരു ഉറപ്പ് നൽകുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് അതിജീവിത പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണം ഇതിന്റെ അകത്ത് നടക്കും. കർശനമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിജോ വി ജോണാണ് വാർത്തയുടെ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.